കന്യാകുമാരിയിൽ രണ്ടാം ദിവസവും ധ്യാനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപമാലയുമേന്തി പ്രാർത്ഥനാ നിരതനായിരിക്കുകയും സൂര്യനെ നമസ്കരിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ഒരു ഉടായിപ്പായിട്ട് ഇറങ്ങിക്കോളൂ. എന്റെ പൊന്നു മക്കളെ, 3:35 വിവേകാനന്ദ പാറയിൽ നിന്ന് കന്യാകുമാരിയിലെത്തുന്ന മോദി തിരുവനന്തപുരം വഴി ഡൽഹിക്ക് പോകും. ഞാൻ പോകുന്നു. നമ്മുടെ പ്ലാൻ പറ. തിരുവനന്തപുരം നഗരത്തിൽ വിമാനമിറങ്ങിയിരിക്കുകയാണ് ഞാൻ. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നാശം വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയത്. ദൈവമേ, അടുത്ത വള്ളി. കാരണം അത്രയ്ക്ക് സുഖലോലുപമായ യാത്രയായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത്. എന്തോന്നാടത്? മിക്ക റോഡുകളിലും ഇത്തരം കൊത്തുപണികൾ ധാരാളം ചെയ്തു വച്ചിട്ടുണ്ട്. കടച്ചിലല്ല, കൈപ്പണിയാ കൈപ്പണി. കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം. ഇവയ്ക്കെല്ലാം തന്നെ വർഷങ്ങൾ പഴക്കവുമുണ്ട്. ഇവയെല്ലാം ഇവിടുത്തെ സർക്കാർ വളരെ കൃത്യമായി പരിപാലിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. LDF വരും, എല്ലാം ശരിയാകും. ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായി പണിയെടുക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യം ഞാൻ ഓർത്തു പോവുകയാണ്. ചെന്നിട്ട അട്ടക്കുളങ്ങര റോഡിലൂടെയാണ് അടുത്ത എന്റെ യാത്ര. മിക്കവാറും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടാൻ സാധ്യതയുള്ള ഒരു റോഡ് കൂടിയാണിത്. ഇത് അന്യായമാണ്. നിങ്ങൾ ഇപ്പൊ തന്നെ പാർട്ടി രാജിവെക്കണം. തലക്കോളമാണെങ്കിൽ ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ പറഞ്ഞ അതും കേൾക്കില്ല. കാരണം ഇത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കുന്നതാണ്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഡ്രൈനേജ് പൊട്ടിക്കിടക്കുന്നതിനാൽ മൂക്ക് പൊത്താതെ ആർക്കും ഇതുവഴി യാത്ര ചെയ്യാനാകില്ല. സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പാലം പോലെ അട്ടക്കുളങ്ങര പാലത്തിലും അത്ഭുതം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. വേനൽക്കാല അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മൺസൂൺ പുറപ്പെട്ടു കഴിഞ്ഞു. വേനൽക്കാലത്ത് അമ്യൂസ്മെന്റ് പാർക്കുകളിൽ പോകാൻ കഴിയാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് സർക്കാർ ചെലവിൽ ഒരുക്കിയിട്ടുള്ള ഇത്തരം മനോഹരമായ റൈഡുകൾ കുട്ടികൾക്ക് ഒരു പുത്തൻ അനുഭവം തന്നെ ആയിരിക്കും. ഒറ്റ മഴ കൊണ്ട് തന്നെ പരമാവധി വീടുകളിലും വെള്ളം എത്തിച്ചു കൊടുത്തു എന്ന നേട്ടം ഈ സർക്കാരിനും ഈ പദ്ധതിക്കും സ്വന്തം. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത്. സഖാവ് വല്ലതും പറഞ്ഞോ? സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പണികൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാകും എന്ന ലക്ഷണങ്ങൾ ഇവിടെ നിന്ന് തന്നെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ മഴക്കാലം തീരുന്നതിന് മുമ്പ് ശരിയാക്കി തരുമോന്ന്? എങ്ങനെ? മഴക്കാലം തീരുന്നതിന് മുമ്പ് ഇതിന്റെ പണ്ടാരം അടങ്ങുമെന്ന്. മറ്റിടങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ ജൂൺ 15 പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. ഉറപ്പായിട്ടും താമസിയാതെ ശരിയാക്കി കളയൊന്നും ശരിയാക്കാം. എന്ന് തിങ്കളാഴ്ച. മോളെ ഇവ കള്ളനാ പറയുന്നത് വിശ്വസിക്കല്ലേ.